ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ നൂറയും പുറത്തായി പോയി എന്നൊക്കെ പറയും. പുറത്തുനിന്ന് കാണുന്ന പോലെ ചിലർക്കറിയല്ല ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അകത്തേറി പോയത്. അപ്പം അതിലെ പോലെ അവിടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിനും ഇതേ പ്രഷർ കുക്കറും ഒക്കെ തന്നെ ആയിരിക്കാം. അവരും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ എത്ര കറക്റ്റാണ്. ഷി വാസ് റൈറ്റ്. ബ്രേവ് ഗേൾ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ആദില, ഷെയിം ഓൺ യു എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളോട് എനിക്ക് കുറച്ച് ഒരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആദിലയോടും നൂറയോടൊക്കെ ഒരു മതിപ്പുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്. അത് മറ്റുള്ള ഇതിപ്പോൾ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അത് വിഷമം ഉണ്ടാക്കിയാലും ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ ഇന്നലെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു, അതിന് ശേഷമാണ് ഈ എപ്പിസോഡ് കുറച്ചിത് കാണാം. കുറേ ആൾക്കാർ പറഞ്ഞു ഇത് കാണണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്തെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ആദില ബോംബ് പൊട്ടിച്ചിട്ട് പോയി, അതിനുശേഷം നൂറ നമ്മുടെ ഈ PR-ൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ബോംബ് പൊട്ടിക്കുന്നു, അക്ബറിനെതിരെ പുറത്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അനുമോൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവം. എവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗെയിമില്ല, എല്ലാം ഗെയിമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ എവിക്ഷന് ശേഷം എന്ത് ഗെയിമാണ് ഉള്ളത്? അപ്പോൾ അത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാ കമൻറ്റ് ബോക്സുകളിലും കാണുന്നൊരു കാര്യമാണ് അന്ന് ലക്ഷ്മി പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തെന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ളതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു നോർമലൈസ് ചെയ്യാൻ അത് ശ്രമിക്കുന്നതിനോട് ഞാൻ യോജിക്കത്തില്ല, ഇപ്പോഴും യോജിക്കുന്നില്ല. അതൊന്നുമല്ല, അത് വേറെ കോണ്ടെക്സ്റ്റ് ആണ്. പക്ഷേ ഇത് ബാക്ക് സ്റ്റാബിംഗ് ആണോ, തൻ്റെ ജയത്തിന് വേണ്ടിയിട്ടോ തൻ്റെ കൂടെയുള്ള പങ്കാളിയുടെ ജയത്തിന് വേണ്ടിയിട്ടോ ഏതറ്റം വരെയും പോകുന്ന ഒരാളായിട്ടൊക്കെ തോന്നിയാണെങ്കിലും വളരെ ചീപ്പായി പോയി എന്ന് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി പറയുന്നു, നിങ്ങളോടുള്ള ഒരു മതിപ്പുണ്ടായിരുന്നു, അത് പോയി. ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള മതിപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ വളരെ മോശമായി പോയി. എന്താണ് നിങ്ങൾ ആദില നൂറ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സാധനം? ഇപ്പം എല്ലാവർക്കും ലൈഫുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ കണ്ടസ്റ്റൻസിന് ഇപ്പം ഇത് കാരണം ആദിലയെ പിടിച്ച് അല്ലെങ്കിൽ നൂറയെ പിടിച്ച് അവരെ ലൈഫ് ടൈം ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. എങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോയി. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. കേൾക്കാം, ആദിലയുടെ ന്യായീകരണം കേൾക്കാം. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ നൂറയും പുറത്തായി പോയി എന്നൊക്കെ പറയുന്നു. സത്യമാണോ ഇല്ലെന്നുള്ള കൺഫർമേഷൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, എന്തോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അഥവാ നൂറയ്ക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കുറച്ച് വോട്ടുകൾ കിട്ടാതാക്കാൻ എന്തായാലും ആദിലയുടെ ഈ ഒരു പ്രവൃത്തി സഹായിച്ചു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് നൂറയ്ക്ക് പങ്കുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ആദില ഒരു ന്യായീകരണ വീഡിയോ വന്നു. യൂട്യൂബ് ചാനൽ എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വന്നേക്കുന്നത്. ബിഗ് ബോസിന് ശേഷം ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ഡയറക്റ്റ് ഷെയർ ചെയ്യണം എന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന്. സംഭവം വേറൊന്നുമല്ല, ഹൗസിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളും എൻ്റെ ഒരു സൈഡ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് എല്ലാവരും വന്നതിന് ശേഷം കുറേ സംഭവങ്ങൾ തൈരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 100 ദിവസം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടോ അത്രയും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് കാണുന്ന പോലെ ചിലർക്കറിയല്ല ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അകത്തേറി പോയത്. അപ്പോൾ ആദിലെ പോലെ അവിടെ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിനും ഇതേ പ്രഷർ കുക്കറും ഒക്കെ തന്നെ ആയിരിക്കാം. അവരും ഇതേ തരത്തിലുള്ള പ്രവൃത്തിയാണ് കാണിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. ഇപ്പോൾ ഈ സീസണിൻ്റെ അകത്ത് എടുത്തു പറയാൻ 1-2 കണ്ടസ്റ്റൻസ് മാത്രമാണ്, ജിഷിൻ, പിന്നെ നമ്മുടെ ലക്ഷ്മി. ഇവരൊക്കെ വേദലക്ഷ്മിയൊക്കെ പറയേണ്ട കാര്യം. അവരൊക്കെ രണ്ടാമത് റീ എൻട്രി നടത്തിയ സമയത്ത് അവരൊന്നും മറ്റൊരു തരത്തിലേക്ക് ഗെയിം കളിക്കാനോ ആരെങ്കിലും തലയിച്ചെന്ന് കയറാനോ ശ്രമിച്ചിട്ട് വളരെ പൊളൈറ്റായിട്ട് വളരെ മാന്യമായിട്ട് അവിടെ നിന്ന ആൾക്കാരാണ്. എന്നാൽ ചില ആൾക്കാരെങ്കിലും അതിനകത്ത് കയറി വീണ്ടും രാജാവാൻ രാജ്ഞിയാവാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്ലോസ്ഡ് ഡോറിൻ്റെ അകത്ത് നിൽക്കുന്നത് പോലെ തന്നെയാണ് ബാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന അക്ബറിനെയും അതിനകത്ത് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരെയൊക്കെ ഈ വന്നവരുടെ അടുത്ത് പോലും അവരെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് വല്ലാത്തൊരു സാധനം ഒരു ബോംബിട്ടിട്ട് പുറത്തിറങ്ങിയ ആദിലേക്ക് ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ? അതൊരു മാന്യമായ ഒരു രീതിയാണോ? അറിയില്ല. കാരണം ഒന്നാമത് നമ്മളവിടെ 7 പേരുള്ളൂ. 7 പേരുള്ളപ്പോൾ തന്നെ ഡ്രൈ ആയിരുന്നു മൊത്തത്തിൽ. നിങ്ങൾ ലൈവ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഡ്രൈ ആയിരുന്നു, വേറെ പ്രത്യേകിച്ച് തോന്നുന്നില്ല. നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. കാരണം ഇത്ര നാൾ ഇത്ര വലിയ ആൾക്കാരെ കൂടെ നിന്ന്, അതായത് ഇത്ര നമ്പർ ഓഫ് പീപ്പിളിന്റെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഇത്ര ചുരുങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്ക് സംസാരം കുറയും, പുറത്തുനിന്ന് നടക്കണമെന്ന് ഉള്ളൊരു സംഭവമുണ്ട്. പിന്നെ പുറത്ത് നോക്കുമ്പോൾ ഇത്ര ഡേയ്സ് 7 ഡേയ്സ് ഇത്ര ഡേയ്സ് കുറവുണ്ടെന്നൊക്കെ കാണുമ്പോൾ ഒരു തൊല വരും. തീരാൻ പോവുകയാണ്, എന്താണ് പുറത്ത് നടക്കുന്നത് അങ്ങനെയൊക്കെ അറിയാലോ. ഇറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണാൻ പോവാണ്. നമ്മളെങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ എന്തൊക്കെയാണ് പുറത്ത് പോയിരിക്കുന്നത്, അങ്ങനത്തെ സമയം നമുക്കൊരു തൊരയും ഒരു ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ തോന്നുന്ന ഒരു ടൈമാണ് ടുവേർഡ്സ് ചെയ്യാൻ. ശരിക്കും നാളെ പറഞ്ഞിട്ട് ടുവേർഡ്സ് എന്താണ് ഒരു പ്രഷർ കുക്കർ ഫീൽ വരിക നമുക്ക്. വേറെ ആൾക്കാരായിട്ടുള്ള ഇടപെടൽ, പുറത്തുള്ള ആൾക്കാരായിട്ട് ഇടപെടലില്ല. ഒന്ന് മൂടൊക്കെ അതിലെ പറഞ്ഞു വരുന്നത് വെച്ചാൽ മൊത്തത്തിലെ ഒരു പ്രഷർ കുക്കർ ഫീലിംഗ് ഉണ്ടായി. ആ ഒരു കാരണം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ തോന്നി. അപ്പം ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ, ആക്ട് ശരിയായിരുന്നു തെറ്റായിരുന്നു. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ നിങ്ങളോടൊരു സംശയബുദ്ധി തോന്നിയേക്കാം. കാരണം ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയും. മനസ്സിലാകുന്നത് ഗെയിമാണെന്ന് അതിലേക്ക് ഇപ്പോൾ ബാക്കിയുള്ള മറ്റ് പല കണ്ടസ്റ്റൻസിനെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം മറ്റുള്ള സമൂഹത്തിൻ്റെ അകത്തുള്ള നെഗറ്റിവിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് പോകുന്ന അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അത്രയും കറേജ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ആ പുള്ളിക്കാരത്തിയെ ഇങ്ങനെ ഇട്ട് കൊടുത്ത്
അവളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊല്ലാക്കൊലയ്ക്ക് വേണ്ടിയിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ഗെയിമായിട്ട് കാണാൻ സമൂഹം സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ശാന്തമായാണ് സംസാരിക്കുന്നത്. കാരണം ഇതൊന്നും നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ഇത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ സീസൺ കടന്നു പോകുമ്പോഴേക്കും ഞാൻ പറയും, വൺ ഓഫ് ദ വേഴ്സ്റ്റ് സീസൺ ഇൻ എവർ. ബിഗ് ബോസ് മറ്റുള്ള സീസണുകൾ എടുത്താലും ഇത്രത്തോളം മോശമായൊരു സീസൺ കടന്നു പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ എൻ്റെ പല സമയത്തും ഈ സീസണിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആദില നൂറ, ഇന്നലത്തെ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞു ആദില നൂറ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞത് റൈറ്റോ റോങ്ങോ ആയിട്ടാണെങ്കിലും ഈ സമയത്ത് ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ സീസണിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ പറഞ്ഞതെങ്കിൽ ഇപ്പം ഞാനത് പറയുന്നു. അത് എന്ത് തരം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പുറത്ത് വന്നതിന് ശേഷം അനുമോൾ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ അടുത്തത് ഇറങ്ങുന്ന ദിവസങ്ങളിലേക്ക് തന്നെ അത് മാറുകയും ചെയ്യും. പക്ഷേ എങ്കിലും ഈ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വഴിയും സ്വീകരിക്കും എന്നുള്ളൊരു തലത്തിലേക്കൊക്കെ പോകാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനത്തെ ദിവസം. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഞാനിത് ഓരോന്ന് കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ പഠിച്ചോനെ ഇവള് അപ്പോൾ ഇത് കൽപ്പിച്ചോട്ട് ചെയ്യാണോ അതോ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്, എന്തിനാ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ എന്നുള്ളൊരു സംഗതി എനിക്ക് ഇവൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തതുപോലെ തന്നെ അവസാന നിമിഷം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, അതും ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ദ്രോഹം ചെയ്ത കാര്യമല്ല. അതിനകത്ത് അക്ബറൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ ഈ പറയുന്ന കയ്യിൽ കിട്ടിയ ഈ സാധനം കൊണ്ട് കളയുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ അനുമോൾ കരഞ്ഞുകൊണ്ട് നൂറയോട് പോയി ചോദിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, അത് അവളോട് ചോദിക്കേണ്ടത് എന്നോടല്ല എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലേസിലേക്കും കൂടെ ഉയർന്നു വരേണ്ട നൂറയുടെ അവസരത്തിനെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ പണി കൊടുത്തത് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അതിലെ ചെയ്തതുപോലെ അതിലെ മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരിക്കത്തില്ല. അതിലെ ചെയ്തത് അനുമോൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നതിലൂടെ ചിലപ്പോൾ നൂറയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും. പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ്. ഇതിനകത്ത് ബിഗ് ബോസ് കളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ബിഗ് ബോസ് കളിച്ചിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഇതിനകത്തുള്ള ഗെയിം പ്ലാനുകൾ പലതും ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട്, ഇവരിൽ ആരെയൊക്കെയോ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് അകത്തുള്ള ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിൽക്കുന്ന മുഴുവൻ പ്രേക്ഷകരും പ്രഷർ കുക്കറിലേക്കൊക്കെ ആയത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ആൾക്കാർ ചോദിച്ചത് നിങ്ങളത് കണ്ടിട്ട് സംസാരിക്കും, നിങ്ങൾ കണ്ടിട്ട് സംസാരിക്കും, അതാണ്. കാരണം കാണാത്തതുകൊണ്ട് എനിക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇന്നലെ ഈ കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് നമ്മളെ വളരെ ജനുവിനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടപ്പോൾ മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇവിടേക്കാണ് ഈ അനീഷിൻ്റെയൊക്കെ വിജയം. അനീഷ് എന്നൊക്കെ പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും അയാൾക്ക് എന്ത് മാന്യമായിട്ടാണ്, അയാൾക്കൊക്കെ എത്ര പേരെ വേണം ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് എത്ര പേരായിട്ട് ക്രൂക്കഡായിട്ട് പ്ലേ ചെയ്യായിരുന്നു. അയാളത് ചെയ്തിട്ടില്ല. അയാൾ പുറത്തിറങ്ങിയാലും ആ ഒരു സംഭവം അത് നിലനിൽക്കും. കുറേ PR പരിപാടികളൊക്കെ പുറത്തിറക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞ ഒരു ക്വാളിറ്റി മെൻ അത് തന്നെയാണ് അനീഷിനെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഈ പറയുന്ന നമ്മുടെ ഈ അനുമോളടുത്ത് പോലും എനിക്ക് വിമർശനമുണ്ട്. പക്ഷേ ഈ ആദിലെ നൂറയൊക്കെ അതിനെക്കാട്ടിലും മുകളിലാണ് ഞാൻ കണ്ടിരുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രത്തോളം താഴോട്ട് പോകുന്ന മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടുള്ള ആളല്ല. ഇങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നാളെ BBയുടെ ഫിനാലെ കഴിഞ്ഞ് കപ്പടിക്കുന്ന ആൾ കപ്പ് ഓടിച്ച് ഇത് പുറത്തിറങ്ങുന്ന ആൾക്കാർ നിങ്ങളോട് സംസാരിച്ച് തീരുമ്പോഴേക്ക് ഈ വിഷയങ്ങളങ്ങ് കഴിയും. എങ്കിലും മോശമായി പോയി എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. അത് നിങ്ങളിനി ജനങ്ങളിൽ ഇനിയിപ്പം കമൻറ്റ് ബോക്സുകളിലൊക്കെ ഇനിയുള്ള ഓരോ കാര്യങ്ങളിലും നിങ്ങൾ വളരെ വിശ്വാസയോഗ്യമായ ഒരു കാര്യം പറഞ്ഞാൽ അവരെല്ലാവരും നിങ്ങളെ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും, വിശ്വസിക്കാത്ത തരത്തിലായിരിക്കും. അതിനുള്ള ഇടമുണ്ടാക്കി കൊടുത്തു. സമൂഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയെ ഒരു നിമിഷം കൊണ്ടെങ്കിലും തകർത്തു. സ്വന്തം നേട്ടത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. പക്ഷെ അത്രത്തോളമൊക്കെ പോകാൻ പാടില്ലായിരുന്നു. ഇതെൻ്റെ ഒരു ആരോട് പറയാം. Stop doing this. Let me show the biggest iPhone mistake made by old people. നമുക്ക് ഓൾറെഡി മൈൻഡില്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ അത് പെട്ടെന്ന് വരും. ഉണ്ടെങ്കിലും ഇയാൾ പറഞ്ഞത് നമ്മൾ ആലോചിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ അത് ശരിയാണ്, അടിപൊളി. അല്ലെങ്കിൽ ഇപ്പം നെഗറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന നോമിനേഷൻ അല്ലെങ്കിൽ എവിക്ഷൻ വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതൊക്കെ പറയുകയാണെങ്കിൽ ശരിയാണോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ മാനിപ്പുലേറ്റഡ് ആവും. ഇല്ല കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ല. അതിനുള്ള നമ്മൾ ഇത്ര ആൾക്കാർ തല്ലുകൂടാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും സങ്കടം പറയാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനാണെങ്കിലും നമ്മൾ ഇത്ര വരെ ഉള്ളൂ. അത് അങ്ങനെ ഇത്ര സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ലേ, ഇത്ര ഫോളോവേഴ്സിൽ ഇത്ര സപ്പോർട്ട്, അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സൈഡ് അത് എനിക്ക് സംഗതി അതിനെ ഫോക്കസ് ചെയ്ത്. കാരണം അതിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പൊട്ടിത്തെറിക്കും സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അനുനോടാണെങ്കിലും ആരോടാണെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പുറകെ പോകും. വരുന്നാണില്ല, ഞാൻ പുറകെ പോകും. കാരണം ആരും സാഡ്നസ് വെച്ച് നിൽക്കണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു സംഭവം സാഡായിട്ടുണ്ടായിരുന്ന ഒരു ത്രൂ ഔട്ട് ലൈഫിലാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് പോകരുത്. നമ്മളത് ഓക്കെ ആക്കി കൊണ്ടുവരണം. ഇപ്പോൾ അവൾ ഇറങ്ങിയിട്ടാണെങ്കിലും ചിലർ പറയുന്നത് ഞങ്ങൾ പട്ടായ ഒന്ന് പോയില്ല, ഞങ്ങൾ പട്ടായ പോകും. പക്ഷേ ഓക്കെ വിത്ത് മീ, നമ്മളെല്ലാവരും പട്ടായ പോകും. നമ്മൾ അടിച്ച് പൊളിക്കും. നിങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഹാപ്പി മൂമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യും. അല്ലാതെ കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ്ലി പറഞ്ഞ് അത് സോൾവ് ആക്കി ഓക്കെ ആക്കും. കാരണം ഈ ക്യാമറകളും കാര്യങ്ങളൊന്നും ഇല്ല.
പേര് നമ്മളെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്ത് അതൊക്കെ എനിക്ക് തോന്നി യെസ് യു ഗൈസ് ആർ ഓൾസോ റൈറ്റ്. നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ടുള്ളത് പറഞ്ഞതാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതാകുമ്പോൾ എനിക്ക് ആ ഒരു എക്സ്ട്രാ സ്നേഹോടെ കിട്ടിയപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒരു പുഷായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഗതി ഇങ്ങനെ നമ്മുടെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്നു. എനിക്കത് സ്റ്റിൽ പോകണമെന്നുണ്ട്. ബട്ട് അനുവിനെ മേ ബി അത് അനുവിനെ ഹേർട്ട് ആയിട്ടുണ്ട്. ആൾക്കത് കുറച്ച് റെഡി ആവും, ഓക്കെ ആവാനും കാര്യങ്ങൾക്കും ഇറങ്ങിക്കുന്ന ആൾക്കാരൊന്നും മൊത്തം ഹീൽഡല്ല. അപ്പോൾ ചില സംഭവങ്ങൾ ചില കുറച്ച് ടൈം എടുത്തിട്ട് ആൾക്കാരെ പാക്കേജസ് ഒക്കെ ലീഡ് ചെയ്തു. ഇവിടെ ഉഷാറിൽ ഓക്കെ, പുള്ളിക്കാരത്തി സൈഡ് പറയുകയാണ്. നമ്മുടെ മനുഷ്യരാണ്, ഞാനും നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, അവർ തെറ്റ് ചെയ്തു അത് പറയുന്നു എന്നുള്ളതാണ്. 30,000-ഓളം കമൻ്റ് ഉണ്ട്. ഒരു കമൻറ്റ് പോലും ഇതിനകത്ത് അനുകൂലമായിട്ടുള്ള കമൻ്റ് അല്ല നമ്മുടെ പുള്ളിക്കാരത്തിക്ക്. അതാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അനു നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നൂറ അനു നമ്പർ എഴുതി കൊടുത്ത ടിഷ്യൂ ചുരുട്ടിക്കൊണ്ട് പോകുന്ന വീഡിയോ കണ്ടവർ ലൈക്ക്, അത് 13,000 ലൈക്ക്. അതിന് ഷാനവാസിന് അനുമോൾക്കും പറ്റിയ തെറ്റാണ് നീ നൂറ എന്ന് പറയുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ എത്ര കറക്റ്റാണ്. ഷി വാസ് റൈറ്റ്, ബ്രേവ് ഗേൾ, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. അതൊന്നും ഇതിപ്പോൾ ഗെയിമാണ്, ഗെയിം കഴിഞ്ഞിട്ട് ഇത് സംഭവം കഴിഞ്ഞു പോകുന്നത്. അപ്പം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തെന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ് തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. അത് ഇവരുടെ ഹോമോസെക്ഷൽ എന്നുള്ള ആ ഒരു സംഭവത്തിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ടോക്കാണ്. അതിനൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് വേറെ കോണ്ടെക്സ്റ്റ്. ബട്ട് ഈ ഒരു സാധനത്തിന് ആൾക്കാർ പറയിപ്പിക്കാനുള്ള പ്രേരകമായത് കഴിഞ്ഞ ദിവസത്തുള്ള ബാക്ക് സ്റ്റാബിംഗ് എന്നുള്ള സംഭവം, കട്ടപ്പ പരിപാടി. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഓക്കെ, അതല്ല. നിങ്ങളെപ്പോലെ ഉള്ള സുഹൃത്തുക്കൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതിന് 9,500 ലൈക്സ്. ശൈത്യം വന്നത് കൊണ്ടുണ്ടായ ഏക ഉപകാരം ആദിലയുടെ എവിക്ഷനാണ്. കൂടുതൽ മെഴുകണ്ട, നൂറയ്ക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല, 12,000 ലൈക്ക്. സോ എല്ലാവരും ഇവരോട് ജീവിതത്തിൽ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ കഴിയാത്തൊരു സുഹൃത്തിന് ഉദാഹരണമാണ് ആദില എന്നൊക്കെ പറയുന്നത്. വിശ്വാസ്യത തകർന്നു ആദില. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല. ബിഗ് ബോസിൻ്റെ കുറേ സീസൺ കണ്ടതുകൊണ്ട് തന്നെ ഇതെല്ലാം കടന്നു പോവുകയും പുറത്ത് ഇറങ്ങി വരുന്ന അനുമോൾ നിങ്ങളുമായിട്ടൊന്ന് ഹഗ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് മാറുകയും ചെയ്യും. പക്ഷേ ഇത് കാണുന്ന ഒരു മനുഷ്യരുണ്ട്. ഇപ്പോൾ സീസൺ 1 അകത്ത് നടന്ന കാര്യങ്ങൾ പോലും ഇന്നും അതിനകത്ത് പല കണ്ടസ്റ്റൻസ് നീ അന്ന് ചെയ്തത് ഇന്ന് ചെയ്തില്ലെന്ന് ആൾക്കാരെന്നും പറയും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് അതാണ്. ബിഗ് ബോസിൻ്റെ വളരെ ഡീപ്പ് ഇമ്പാക്റ്റാണ്. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കും. സീസൺ 2 അകത്ത് ഇപ്പം ഇതേ പ്രേക്ഷകർ തന്നെയാണ് എല്ലാ സീസൺ കണ്ടതെങ്കിലും ഓരോ സീസണിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ള പല ആൾക്കാരുടെയും മുഖങ്ങൾ, അവർ കാണിച്ച അന്നത്തെ പ്രവൃത്തി ഒന്നും ഇവർ മറക്കത്തില്ല. ഇന്നും ഇപ്പോഴും കമൻറ്റ് ബോക്സുകളിൽ കാണാമല്ലോ. സീസൺ 2 ആണ്, സീസൺ 3 ആണ്, സീസൺ 4 ആണ്, 5 ആണ്, 6 ആണെങ്കിലും ഈ പല സമയങ്ങളിലും കാണിച്ചുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരെടുത്ത് വെച്ച് അവരെ പോലെ ഇവരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സീസൺ 4 ലക്ഷ്മിപ്രിയയുടെ എവിക്ഷനെ കുറിച്ച് നമ്മൾ കുറേയധികം കാണുന്നുണ്ട്. അതിനകത്ത് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു കാര്യം, ഇതുപോലെ എവിക്ഷൻ ഉണ്ടാകത്തില്ല. പിന്നെ ജാസ്മിൻ്റെ എവിക്ഷൻ മറ്റേ ഒരു കൂട്ടിൻ്റെ അകത്തിട്ട് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങളെ ഈ ഒരു കാര്യത്തിന് ഇനി എങ്ങനെയാണ് സമൂഹം അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യം അറിയത്തില്ല. എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് അത് ആ കുട്ടിയുടെ ലൈഫിനെ തന്നെ നന്നായിട്ട് റൂയിൻ ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു. അത് അകത്ത് കിടന്ന് കത്തിയതും അത്രത്തോളമാണ്. ബിഗ് ബോസിന് TRP, കുറച്ച് ആൾക്കാരുടെ പ്രഷർ കുക്കർ പരിപാടിക്കപ്പുറം നിങ്ങളെല്ലാവരുടെ ലൈഫ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം മനുഷ്യർ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അവരെല്ലാവരും അവർ മനുഷ്യരാണെന്ന് ചിന്തിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്നതിന് ശേഷം അവരനുഭവിക്കേണ്ടതും അത് മനുഷ്യരാണ് അല്ലേ? അത് കുറച്ച് ചിന്ത വേണം. നമുക്ക് പറ്റുമ്പോൾ മാത്രം വിഷമവും വേദനയും, മറ്റുള്ളവർക്ക് പറ്റുന്ന സമയത്ത് സന്തോഷം, അല്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ല, അവർക്കൊന്നും ബാധിക്കത്തില്ല, നമുക്ക് മാത്രമേ എല്ലാം ബാധിക്കുള്ളൂ എന്നുള്ള ചിന്ത അത്ര ശരിയല്ല. ഇത് പറയണം തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ. സോ ഗൈസ്, ഇതുപോലത്തെ ഒരു അപരാധം പിടിച്ചൊരു സീസൺ ഇനി ഉണ്ടാവാതിരിക്കട്ടെ, നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താതിരിക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.